പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം. എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ വടക്കാഞ്ചേരിയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അകമല പോലുള്ള പരിസ്ഥിതി ദുർബല പ്രദേശത്ത് വലിയ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് യാതൊരു കാരണവശാലും അനുവദിക്കരുതെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി ആവശ്യപ്പെട്ടു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അകമലയിലെ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ വലിയ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കരുതെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ ജില്ലാ ഭരണകൂടത്തിന് കത്തയച്ചു. ഈ പ്രദേശത്ത് നാമമാത്രമായ മേൽമണ്ണ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും വലിയ ഉരുളൻ കല്ലുകളാണ് കൂടുതലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. അവശേഷിക്കുന്ന മേൽമണ്ണ് കൂടി ഒലിച്ചു പോയാൽ ഉരുളൻ കല്ലുകൾ അടുത്തുള്ള പട്ടികജാതി കോളനിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കേണ്ടത് സർക്കാർ ഏജൻസികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്നും വി അനിരുദ്ധൻ പറഞ്ഞു. മലമുകളിൽ വലിയ തുക ചെലവഴിച്ച് കുഴൽക്കിണർ കുഴിച്ച് ഭാഗ്യപരീക്ഷണം നടത്തുന്നതിലും നല്ലത് താഴെ വെള്ളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി ലോല പ്രദേശത്ത് കുഴൽക്കിണർ കുഴിക്കുവാൻ അനുമതി നൽകിയ ജിയോളജി വകുപ്പിനെതിരെയും അനിരുദ്ധൻ വിമർശനമുന്നയിച്ചു. റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ സ്ഥിരപ്പെടുത്തണമെന്നും പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കുവാൻ സർക്കാർ തലത്തിൽ വിദഗ്ധ ഏജൻസിയെ ചുമതലപ്പെടുത്തണമെന്നും ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ ആവശ്യപ്പെട്ടു. ഇത് ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. കഴിഞ്ഞ മഴക്കാലത്തെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും ധാരാളം ആൾക്കാരെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും അവിടെ ഒരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തരുതെന്ന് സർക്കാരിൻ്റെ പല ഏജൻസികളും മുനിസിപ്പാലിറ്റിയെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെയും മറ്റും അറിയിച്ചിട്ടുള്ളതും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെയുള്ള ആൾക്കാർക്കും അവിടെ ഒരു ഗ്യാസിൻ്റെ ഗോഡൗണുണ്ട്, അവിടെയൊക്കെ അപകട സാധ്യത പതിയിരിക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തിൻ്റെ കിഴുക്കാൻ തൂക്കായ പ്രദേശമാണ്. അവിടെ ആ മലയുടെ മുകളിൽ ഒരു ബോർവെൽ ഉണ്ടാക്കണം. മുനിസിപ്പാലിറ്റിയുടെ ആവശ്യത്തിലേക്കായി ഒരു ബോർവെൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുക്കുകയും അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി റോഡ് വെട്ടുകയും യന്ത്രം ഉപയോഗിച്ച് റോഡ് വെട്ടുകയും അതിലേക്ക് എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറുകളും കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യപ്പെടുത്തുകയും ആ സ്ഥലത്തെ ഒരു വലിയ വികസിത സ്ഥലമാക്കി കൊണ്ടുവന്ന് അതിൽ വിൽപ്പന നടത്തുന്നതിനുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന് എല്ലാവരും സംശയിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പ്രദേശത്ത് മുനിസിപ്പാലിറ്റി അറിഞ്ഞ് ചെയ്ത ഒരു പ്രവൃത്തി, അതും ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനോടുകൂടിയാണോ ഈ ബോർവെൽ അടിക്കാൻ പോകുന്നതെന്നും അതിൻ്റെ പരിസരത്ത് അടിച്ച ബോർവെല്ലുകളിൽ ഒന്നും വെള്ളമില്ലാത്ത സ്ഥിതിക്ക് ഈ ബോർവെല്ലിൽ വെള്ളം കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ചും യാതൊരു നിശ്ചയവുമില്ലാതെ ഇവിടെ ഇത്തരം പ്രവർത്തികൾ നടത്തുന്നതിന് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയുണ്ടോ എന്നുള്ളതും വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്രകാരം ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വെള്ളം കിട്ടുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ സർക്കാരിൻ്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തിയിൽ നിന്നും മുനിസിപ്പാലിറ്റി പിന്മാറണമെന്ന് ഞാൻ എല്ലാവരോടും ബന്ധപ്പെട്ട എല്ലാവരോടും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള സ്റ്റോപ്പ് മെമ്മോ സ്റ്റോപ്പ് മെമ്മോ എല്ലാം ചെയ്യരുതെന്ന് എന്നുള്ള കൃത്യമായ നിർദ്ദേശം എല്ലാവർക്കും കൊടുക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.